ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഔട്ട്സൈഡറാണ്. ഇത് നിങ്ങൾ കാര്യങ്ങളെ ഔട്ട്സൈഡറിനാണ്, അതായത് ഒരു പുറത്ത് വന്നിട്ട് വീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് ഭയങ്കര നഷ്ടബോധം തോന്നും, നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല കാണേണ്ടത്, പുറത്തിറങ്ങി നിന്നിട്ട് നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, കുറച്ചും കൂടെ നമുക്ക് സങ്കീർണതകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ മാറി നിന്ന് നമ്മൾ നോക്കിക്കാണണമെന്നാണ് ഈ ഔട്ട്സൈഡർ എന്ന കാർഡ് പറയുന്നത്. ഇത് ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാല്, ഷോൾഡർ, കൈ, ഓക്കെ, പിന്നെ കാലിലൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുള്ള ആളുകളുണ്ടാവും, നടക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ നമുക്കാവണമെന്നില്ല, അത് നമ്മുടെ വീട്ടിലെ ഇപ്പോൾ അമ്മയും കുഞ്ഞും ഒക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് മാനസിക സമ്മർദ്ദമാണെങ്കിൽ മക്കൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഔട്ട്സൈഡറിൻ്റെ കാർഡ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ആ കാർഡിൻ്റെ ബേസിക് കാർഡിൽ എന്താണോ പറയുന്നത് അതാണ് ശരിക്കും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെന്താണ് രാവിലെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതിനകത്ത് കാർഡിനകത്ത് അതാണ് പറയുന്നത്. ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് മോസ്റ്റ്ലി കൈ ആയിരിക്കാം, മോസ്റ്റ്ലി കാലായിരിക്കാം, കാല്, കൈ, ഷോൾഡർ, നെക്ക്, ഓക്കെ, ഇത്രയാണ് അത് ഫിസിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടത്. മെൻ്റൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഫിനാൻഷ്യൽ ലോസ് പൈസയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്ന് നിർബന്ധം ഇല്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ട് നഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്നതാവാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളിൽ ഫോൾട്ട് വരുന്നതാകാം, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാവാം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എക്സ്ട്രാ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വരുന്നതാവാം. അങ്ങനെയൊക്കെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് പുവർ മണി മൈൻഡ് സെറ്റ് ഉണ്ടാവുക, നമുക്ക് പണമില്ല എന്നുള്ള ദാരിദ്ര്യത്തിൻ്റെ മനസ്സ് ഉണ്ടാവുന്ന ഒരവസ്ഥയും, അതുപോലെ നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാത്തത് കൊണ്ടോ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഔട്ട്സൈഡർ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രശ്നത്തിന് പുറത്തിറങ്ങി എന്നിട്ട് നമ്മൾ നോക്കണം. അതായത് ഒരു പർച്ചേസിങ്ങിന് പോയാൽ നമ്മളൊരു സാധനം കണ്ടു, ഇഷ്ടപ്പെട്ടു, അതെടുത്ത് കൈ വെച്ചിട്ട് അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ട് മാറി നിന്നിട്ട് എനിക്കിപ്പോൾ അത് വേണമെന്നൊന്ന് ആലോചിക്കണം. ഔട്ട്സൈഡറായിട്ട് നിന്നിട്ടൊന്ന് ആലോചിക്കണം, എനിക്കിപ്പോൾ ശരിക്കും അത് അത്യാവശ്യമുള്ള സാധനമാണോ, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്കുക. പിന്നെ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് പോയിട്ട് ആ സാധനം വാങ്ങിക്കാം. അപ്പോൾ വളരെയധികം ചിന്തിച്ച് ആ പ്രശ്നത്തിന് പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നത്തിനെ കാണണമെന്നാണ് പറയുന്നത് ഇവിടെ. അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്, ഔട്ട്സൈഡർ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ലവേഴ്സിൻ്റെ കാർഡാണ്. ഇവിടെ ഒരു റീയൂണിയനാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിലെ തന്നെ ലവേഴ്സ് ആയിരിക്കാം. പ്രണയത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം എന്നൊക്കെ പറയുന്നതാണ് ഈ പറഞ്ഞ ലവേഴ്സ്. ഫെമിനൈൻ മാസ്കുലിൻ എനർജീസ് നമുക്ക് ബാലൻസ് ആവുന്നതാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ലവ്, മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് വല്ലാത്തൊരു സ്നേഹവും അഭിനിവേശവും ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്കുള്ളൊരു താല്പര്യമൊക്കെ തോന്നുന്നതാണ് ഈ പറഞ്ഞ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു റീയൂണിയനാണിത്. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ലവർ ആയിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് റീയൂണിയന് വേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ചധികം പാസ്റ്റ് ലൈഫിലെ ലവേഴ്സ് ആയിരുന്ന ആളുകൾക്ക് ഇന്ന് റീയൂണിയൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അതാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് ക്രിയേറ്ററാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ
ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം എന്തെങ്കിലും ഒരു പാഷനോടുണ്ടെങ്കിൽ, അതിയായ ആഗ്രഹത്തോടു കൂടി നിങ്ങളൊരു പാഷനിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഏറ്റവും മാക്സിമം ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നു, അതിൻ്റെ ക്രിയേറ്റർ ആവുന്നു എന്നാണ്. ആ ഓപ്റ്റിമൽ ലെവലിൽ എത്തിയ ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഒരു അച്ചീവ്മെൻറ്റ് നേടുന്ന ദിവസമാണിന്ന്. നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് പീക്കിലെത്തിയതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ദിവസമാണ്. അതാണ് ക്രിയേറ്റർ പറയുന്നത്. നമ്മളിത് നമ്മുടെ ഇതൊരു ആധ്യാത്മിക ഗുരുവാണെന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ക്രിയേറ്റർ എന്ന കാർഡ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊരു മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വന്നതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ക്രിയേറ്റർ എന്ന കാർഡ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്, നിങ്ങൾ ക്രിയേറ്ററാണ്. ബിക്കോസ് നിങ്ങൾ അത്രയും പാഷനേറ്റാണ്, അത്രയധികം പാഷനേറ്റാണ്, ഡിറ്റർമിൻഡ് ആണ്. അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ അറ്റം വരെ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ തിരിച്ചു വരുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ക്രിയേറ്റർ. നെക്സ്റ്റ് ഓർഡർനെസ് ആണ്. ഇത് നിങ്ങൾ ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക, അതേ ജോലിയിൽ അമിതമായിട്ട് പരിശ്രമിച്ച് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഓർഡർനെസ്സിനകത്ത് പറയുന്നത്. അതായത് ഓർഡർ അനുസരിച്ച് വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓർഡർനെസ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരുപാട് അമിതമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും. ഇന്ന് ഓവറായിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യുകയും കൂടുതൽ ധനസമ്പാദനം നടത്തുകയും ചെയ്യുന്നതായിട്ട് തോന്നാം. കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതലായിട്ട് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പ്രശ്നവും കൂടിയുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ തോന്നാൻ സാധ്യതയുണ്ട്. വിശ്വാസക്കേട് തോന്നുക, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിൽ ബലപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഓർഡർനെസ് പറയുന്നത്. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാർഡും കൂടിയാണ് ഈ ഓർഡർനെസ്. അതുപോലെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമ്മളതിൽ മാസ്റ്ററി ആവും. അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുക, അവിടെ അതേ ജോലി ചെയ്ത് അതിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. സ്കിൽ അച്ചീവ്മെൻ്റ് ആണിത്. സ്കിൽ ഡെവലപ്പ് ചെയ്യുക, പുതിയൊരു സ്കില്ല് നമ്മൾ ആർജിക്കുന്നതാവാം. അതിനുശേഷം നമ്മൾ അതിൽ മാസ്റ്റർ ആവുന്നു, അതിൽ നിന്ന് ഏർണിംഗ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് സേവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഓർഡർനെസ്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനാണിത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിണാമം സംഭവിക്കുന്നതാണ്. മുമ്പുണ്ടായിരുന്ന കുറേ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിൽ എൻഡായി പോകുന്നു എന്നാണ്. നിങ്ങളിലൊരു പരിണാമം സംഭവിക്കുന്നു, നിങ്ങളിലൊരു പരിവർത്തനം സംഭവിക്കുന്നു, നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ പഴയ കുറേ കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇതിപ്പോൾ നിങ്ങളായിട്ട് ചില കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കുന്നില്ല എങ്കിൽ അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ ചില പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു വലിയ പ്രശ്നം വന്നു. ആ വലിയ പ്രശ്നം നമുക്കാണ് വലിയ പ്രശ്നം, അതൊരു വലിയ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ അതിൽ നിൽക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ചില പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് മറക്കും. ശരിക്കും ഈ പ്രശ്നം ഇവിടെയുണ്ട്, ഇത് തനിയെ ഹീലാവുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ശ്രദ്ധ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടം ക്ലിയർ ആയിട്ടുണ്ടാവും, നമ്മളത് അറിയത്തില്ല. അപ്പോൾ അതുപോലെ നമ്മളെ മറ്റൊരു മേഖലയിലേക്കാണ് യൂണിവേഴ്സിന് കൊണ്ടുപോകേണ്ടതെങ്കിൽ നമ്മൾ ഏത് മേഖലയിലാണോ സ്റ്റിക്കായി നിൽക്കുന്നത് അവിടെ നിന്നും യൂണിവേഴ്സായിട്ട് നമ്മളെ മാറ്റിക്കൊണ്ട് പൊക്കോളും. അപ്പോൾ നമ്മളിലൊരു പരിവർത്തനം വരുന്നത് നമ്മൾ അറിയത്തതേ ഇല്ല, അവിടെ ഹീലാവുന്നത് നമ്മൾ അറിയത്തതേ ഇല്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഹീലായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. അപ്പോൾ ഒരു പരിവർത്തനം സംഭവിക്കുന്നു എന്നാണ്. അവിടെ ഡെത്ത് കാർഡ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലെ പരിവർത്തനമായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഉള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വലിയ കോൺഫ്ലിക്റ്റുകളിൽ കൊണ്ടിടും, ചിലപ്പോൾ ചെറിയ കോൺഫ്ലിക്റ്റുകളിൽ കൊണ്ടിടും. എന്നിട്ട് നമ്മളെ വലിയ വലിയ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കളയും. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ തീക്ഷ്ണമായ ഒരു പരീക്ഷണമാണ് ഈ ഡെത്ത് എന്ന് പറയുന്നത്. അത് അതിജീവിച്ച് അപ്പുറത്ത് പോയി ലൈവായിട്ടിരിക്കുക, ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചിലർക്കേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം പരിവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി, നമ്മൾ അപ്പുറത്തെത്തി, എന്നാൽ അതിനർത്ഥം നമ്മൾ ഒരു വലിയ പാഠം പഠിച്ചിരിക്കുന്നു, നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ
ഡെത്ത് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് പോസിബിലിറ്റീസ് ആണ്. ഇവിടെ നിങ്ങൾ സാധ്യതകളെക്കുറിച്ച് ആരായുന്നു എന്നാണ്, സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സിലൊരു ആശയം, ഒരു പുതിയ കാര്യം ചെയ്യണമെന്നുള്ളൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയത്തിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ആലോചിക്കുവാണ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഒരു കാർമികമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. കാർമികമായിട്ടുള്ള കാര്യം, മോസ്റ്റ്ലി അത് കാർമികമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പാഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടാവും, ചില മനുഷ്യരോടൊരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതെങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമല്ലോ. ആ ആലോചിച്ച് എന്തായിരിക്കും വരായിക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും സെർച്ച് ചെയ്യുകയും ചെയ്യത്തില്ലേ, അതിൻ്റെ കാർഡാണ് ഈ പറഞ്ഞ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് എന്തെല്ലാം സാധ്യതകളുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റുമോ, പോകാൻ പറ്റത്തില്ലേ, പോയാൽ എന്ത് പറ്റും, പോയില്ലെങ്കിൽ എന്ത് പറ്റും, ഇങ്ങനെ നമ്മൾ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതാണ് പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങൾ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നു, തിരയുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് പോസിബിലിറ്റീസിൻ്റെ കാർഡിൽ നിങ്ങൾ ഒരാളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതാവാം, അയാളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കുന്നതായിരിക്കാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അധികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതാവാം, സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം, നിങ്ങൾ ഒരാളെക്കുറിച്ച് ചകഞ്ഞെടുക്കുന്നതാവാം, അയാളെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോയിരുന്ന് അയാളുടെ വെയർ അബൌട്ട്സ്, ഫേസ്ബുക്കിൽ എന്താണ് അപ്ഡേഷൻ, ഇൻസ്റ്റഗ്രാമിൽ എന്താണ് അപ്ഡേഷൻ, അതുപോലെ വാട്സപ്പിൽ എപ്പോഴാണ് ലാസ്റ്റ് വന്നേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതാവാം, അവരെ ചേസ് ചെയ്യുന്നതാവാം, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം. അപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോസിബിലിറ്റീസിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കോൾ വിളിച്ചിട്ടായിരിക്കാം, യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ മെസ്സേജസ് അയക്കുവോ അല്ലെങ്കിൽ റീൽസ് കണ്ടോ ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെയധികം മെൻ്റൽ ട്രോമാസ്, അതായത് കുഞ്ഞുകാലം മുതലുള്ള ട്രോമാസിനെ ക്യാരി ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹീലിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് കപ്പ് എന്നൊരു കാർഡാണ്. ഇവിടെ കിങ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് ഇമോഷനാണ്, കിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ രാജാവാണ്. അപ്പോൾ ഇമോഷൻസിൻ്റെ രാജാവ് എന്ന് പറയുമ്പോൾ അത്രയധികം ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഇമോഷൻസിനെ അത്രയധികം ഇമോഷൻസ് ഉണ്ടാവുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഈ കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അയാൾക്ക് ഈ സ്നേഹം കൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഹീൽ ചെയ്യപ്പെടാൻ പറ്റുന്നത്. കാരണം ഏറ്റവും നന്നായിട്ട് നമുക്ക് മുറിവേൽപ്പിക്കാൻ പറ്റുന്നത് സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ആ സ്നേഹം കൊണ്ടുണ്ടായിട്ടുള്ള മുറിവുകളെല്ലാം തന്നെ നമുക്ക് സ്നേഹം കൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹീലിംഗ് നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരാളുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാകാം, നിങ്ങൾ തന്നെ അങ്ങനെ ഒരു ഹീലർ ആവുന്നതാകാം. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളത് പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്നേഹത്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ സ്നേഹത്തിനെ പുറത്ത് കാണിക്കുക, അത് മറ്റുള്ളവർക്ക് ഹീലിംഗ് ആകുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും മറ്റു പലർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്നേഹത്തിനെ തുറന്നു വിടുക, ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് നടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളും മറ്റുള്ളവരിൽ നിന്നും സ്നേഹം സ്വീകരിക്കണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സ്നേഹത്തെ തുറന്നു വിടുക, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കും ഹീലിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഹീലിംഗിൻ്റെ കാർഡ്. അപ്പോൾ ഒരു ഹീലിംഗ് നിങ്ങളിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ട് അവയർനെസ്സിൻ്റെ കാർഡാണ്. ഇത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്ത് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ പുറമേ കാണുന്നതല്ലാത്ത ഒരു ഇന്നർ സെൽഫ് നിങ്ങൾക്കുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇന്നർ സെൽഫാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. നമ്മൾ വിചാരിക്കും പുറമേ കാണുന്നതാണ് ലോകം, നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മനസ്സാണ് നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ ബോധ മനസ്സാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ
എത്ര എത്ര സ്ട്രൈവ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ചില കാര്യങ്ങളോട് ഒബ്സഷൻ ഉണ്ടോ, വേണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രത്തോളം നമുക്കത് നേടാനുള്ളൊരു ത്വരയും ഉണ്ടായിരിക്കും. ആ ഒരു അവയർനെസ് ആണ് നമ്മളിലേക്ക് വരുന്നത്. ഈ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വിൽ പവർ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് ആദ്യമേ നമുക്ക് തന്നെ ഒരു ബോധം വേണം, നമ്മൾ ആരാണ്, നമുക്ക് എന്തെല്ലാം ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും, നമ്മുടെ എക്സ്ട്രീം എൻഡ് എന്താണ് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക. നമ്മൾ ആ എക്സ്ട്രീം എൻഡിൽ നിന്ന് നമ്മുടെ വിൽ പവർ കൊണ്ട് മാത്രം നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും നേടുന്നതുമായ ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. വിചാരിക്കാത്ത സമയങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നത്തിങ്നെസ് ആണ്. ഇത് ഒരു ബ്ലാങ്ക് ആണ്. ചില സമയത്ത് നിങ്ങൾക്കൊരു നത്തിങ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു വാക്വം ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ വാക്വത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഴയതിനെല്ലാം ചിലപ്പോൾ സ്ട്രഗിൾഡ് ആവുകയും അതിനെ മാറ്റിമറിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് നത്തിങ്നെസ്സിനെ കുറിച്ച് പറയുന്നത്. ഒരു വാക്വമാണ്, നിങ്ങൾക്കത് ഒന്നുമില്ല, നത്തിങ്, ഒന്നും ശൂന്യമായിട്ട് ഒരു ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫീല് ചിലപ്പോൾ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് റിബലാണ്. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു റിബലിൻ്റെ കാർഡ്. റിബല് എംപറർ എനർജിയാണ്. അതായത് കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും, കുറച്ച് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ഈഗോ മറ്റുള്ളവരിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഹയർ അതോറിറ്റി അവരുടെ എനർജിയെ നിങ്ങളിലേക്ക് സന്വേഷിപ്പിക്കുന്നുണ്ടാവും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊരു ഫാദർ ഫിഗറാണ് ഈ എംപറർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാദർ ഫിഗർ നിങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരാകാം, നിങ്ങളുടെ പേരൻസ് ആവാം. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ നിങ്ങളെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് റിബൽ എനർജി പറയുന്നത്. നെക്സ്റ്റ് ഫ്ലവറിങ് ആണ്. ഇവിടെ പറയുന്നത് ഇവിടെ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും, അതുപോലെ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് നിങ്ങളുടെ അസറ്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അസറ്റ് മേക്കിംഗ് ഉണ്ടാക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വർക്കിംഗ് പേരൻ്റായിട്ട് വർക്ക് ചെയ്യുക, നർച്ചർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കൊടുക്കുന്നതിന് നിങ്ങൾ കണക്ക് വെക്കും. കാരണം ഇത് നിങ്ങൾ എന്തിനു വേണ്ടി സെർവ് ചെയ്യുന്നതാണ്, ഇത് നിങ്ങൾ പിന്നത്തേക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിസർവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൈസയ്ക്ക് കണക്ക് പറയാൻ സാധ്യതയുണ്ട്. പൈസ മാത്രമല്ല, എല്ലാത്തിനും നിങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിനും നിങ്ങളിന്ന് കണക്ക് പറയാൻ സാധ്യതയുണ്ട്. അതാണ് ഇതൊരു തരം ക്യൂൻ ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ഇവിടെ ശരിക്കും പണത്തിന് കാവലിരിക്കുക എന്നാണ്, ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പണസമ്പാദനം നടത്തുക എന്നാണ്, പാരമ്പര്യ സ്വത്തിനെ പരിപാലിക്കുക എന്നാണ്, നർച്ചറിങ് ആണ്, അതുപോലെ പ്രൊവൈഡ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുക എന്നാണ്, കാത്തിരിക്കുക എന്നാണ്, പണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നാണ്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഫ്ലവറിങ് എന്ന കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സീഡിലേക്ക് പോകുന്നതിന് മുമ്പുള്ള, അതായത് ഫലങ്ങളുണ്ടായി അത് സീഡാവുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് എപ്പോഴും പൂക്കളാണ്. അപ്പോൾ ഈ ഫ്ലവറിങ് എന്ന് പറയുന്നത് അതാണ്. ഒരു മദറാണ്, ഒരു മദർലി അഫെക്ഷനാണ് എല്ലാവരോടും തോന്നുന്നത്. ഒരു മദറിന് മാത്രമാണ് ഈ പറഞ്ഞ വിടർന്ന് പരിലസിക്കുക എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. എല്ലാവരിലും സന്തോഷം നിറയ്ക്കാനൊക്കെ അമ്മയ്ക്ക് മാത്രമാണ് പറ്റുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിലായിരിക്കും ചിലപ്പോൾ ഇന്നേ ദിവസം ഉണ്ടാവുക. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പം ഇതാണ് ജനറൽ റീഡിങ്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഇന്നലത്തെ റീഡിങ്ങിൽ എന്താണ് നിങ്ങളീ പറയുന്ന സമയം വല്ലതും വരുമോ എന്ന് ചോദിക്കുന്നത് കേട്ടു. എന്ത് സമയമാണ് ഈ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു സമയമാണെങ്കിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. പിന്നെ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കിയിരുന്നാൽ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലേക്ക് അത് വന്നു ചേരാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വരും, നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം
അത് വർക്കാവുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് സംഭവിക്കുമോ എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ഒരുപാട് പേരുടെ എനർജീസ് ഉള്ളതാണ്, റാൻഡം പിക്കിംഗ് ആണ് കാർഡ്സ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി അല്ല, ഒരിക്കലും ഇത് നിങ്ങളുടെ എനർജി അല്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരുപാട് പേരുടെ റീഡിംഗ് ആണ്. എല്ലാം ഒന്നും നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, ആകാതിരിക്കാം, കാരണം നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ. അപ്പോൾ അത് എല്ലാം നിങ്ങൾ പേഴ്സണലി എടുക്കരുത്. ഈ കാണുന്ന എല്ലാ കാർഡ്സും നിങ്ങൾക്കുള്ള റെസനേറ്റഡ് ആവുന്ന കാർഡ്സ് അല്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. പിന്നെ ടാരോ കാണാൻ വന്നിരിക്കുന്നത് വളരെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ടും ഇത് കാണുമ്പോൾ നമുക്കൊരു കൺസോൾ, ഒരു സമാധാനം തോന്നും, ഒരു സൂതിങ് എഫക്റ്റ് തോന്നും എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ടാരോ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടാരോ വന്നു, കണ്ടു, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളത് നിങ്ങളൊരു ഗൈഡൻസ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ആരുടെ റീഡിംഗ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. ഈ ടാരോ റീഡിങ്സ് അല്ല നിങ്ങളുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ വന്നിരുന്നു, ഒരു സമാധാനമായി നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയത്ത് ടാരോയിൽ നിന്ന് പോവുക. നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ ലൈഫ്, റിയൽ ലൈഫിലേക്ക് തിരിച്ചു പോവുക. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. ടാരോയിൽ വന്നിട്ട് കുത്തിയിരിക്കരുത്. ഓക്കെ. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് ഇതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് മാത്രമാണ് 100% ഇതാണെന്ന് വിശ്വസിക്കുക, ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം, അബദ്ധം പറ്റാം, മാറ്റങ്ങൾ സംഭവിക്കുക, ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ടാരോയിൽ 100% വിശ്വസിച്ച് ഇതിൽ വന്ന് സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. എപ്പോൾ നിങ്ങൾ ബലപ്പെട്ടു, മാനസികമായിട്ട് തയ്യാറായി, സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്, കരഞ്ഞ് നിലവിളിച്ച് തറയിൽ വീണ് കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ ഇവിടം വിട്ട് പോക്കോണം കേട്ടോ. നെക്സ്റ്റ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. യെസ് ആണ്. നെക്സ്റ്റ് നോ ആയിരിക്കും. ഞാൻ ഓർത്തതേ ഉള്ളൂ യെസ് വന്നപ്പോൾ നോ വരുമെന്ന്. നെക്സ്റ്റ് ഒരു നോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഏതാണ് യെസ് ഏതാണ് നോ എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ടേക്ക് ആക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്ന ഒരു ഇടത്ത് നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ. നോ നീഡ് ടു വറിയാണ് ബോട്ടം വന്നേക്കുന്നത്. നിങ്ങൾ ആക്ഷൻ എടുത്ത് ധൈര്യമായിട്ട് ആക്ഷൻ എടുത്തോളൂ. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഈ ഏഞ്ചൽസ് ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയാൻ മറക്കല്ല കേട്ടോ. ലവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണെന്നുള്ളത് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് അഫർമേഷൻസ് പറയുന്നോ, എത്രത്തോളം പ്രേയേഴ്സ് ചെയ്യുന്നോ, അത്രത്തോളം ഈ പറഞ്ഞ സോൾമേറ്റ് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കുറച്ചധികം ആളുകളുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണെന്നാണ് കാണുന്നത്. ദെൻ റിലീസ് യുവർ എക്സ്. പാസ്റ്റിലത്തെ റിലേഷൻഷിപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ ട്രോമാസിലൂടെ പോയിട്ടുണ്ടാവും. കുറേ വേദനകളിലൂടെ, കുറേ ആർഗ്യുമെൻറ്റുകളിലൂടെ, കുറേ ബുദ്ധിമുട്ടുകളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇതേ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അവിടെ വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷത്തിൽ എന്താണുള്ളതെന്ന് മാത്രം ചിന്തിക്കുക. പാസ്റ്റിനെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് വിടുക. എങ്കിൽ മാത്രമാണ് പുതിയ എനർജീസിൽ നിങ്ങൾക്കുള്ളിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയത് വെച്ചിട്ട് വീണ്ടും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ദെൻ വീണ്ടും സോൾമേറ്റ് കാർഡ് വന്നിട്ടുണ്ട്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഈ ആൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറേ കാലമായിട്ട് കാത്തിരുന്നത്. ഇയാൾ തന്നെയാണ്. ഇപ്പോൾ ആര് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ കാർഡ് എടുക്കുന്നത് അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്.
ഓക്കെ, കൺഫർമേഷൻ രണ്ടെണ്ണമാണ്. ദെൻ എൻഗേജ്മെൻറ്റ്, യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. കുറേ അധികം ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു പറയുന്നുണ്ട്. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സഹായം സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താണവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.